കേരളത്തിൽ പല സ്റ്റാർട്ടപ്പുകളും ഒരുപാട് പിച്ചുകൾ വരാറുണ്ടല്ലോ, ഫെയിൽ ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്? ഒന്ന്, അവർ നേരത്തെ ഞാൻ പറഞ്ഞ റിസർച്ച് ചെയ്യാതെ പോകുന്നത് ഒരു കാരണമാണ്. അതായത് മിസ്മാച്ച് ചെയ്യുന്നു. അഗ്രി ഡൊമൈനിനോട് താല്പര്യമുള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് വേറൊരു ഹെൽത്ത് കെയറിൻ്റെ പ്രോഡക്റ്റുമായിട്ട് പോകും, അങ്ങനെയൊക്കെ സമയം കളയാം. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെയുള്ളത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കഴിവ് കുറവായിട്ട് വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മറ്റേയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദെൻ യു യുവർസെൽഫ് ഈസ് നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് യുവർ ബിസിനസ് എന്നാണ് മറ്റേയാൾ മനസ്സിലാക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതെ. അപ്പം അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മൂന്നാമത്തത്, പലരും ചെയ്യുന്നൊരു പ്രശ്നം, ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത്, അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവർ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ആ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ പ്രശ്നത്തെ അവരുടെ സൈഡിൽ നിന്ന് കാണുന്ന രീതിയിൽ മാത്രമാണ്. ഒരു പ്രോബ്ലത്തിന് പല ആംഗിളുകൾ ഉണ്ടാകും. അതായത് ആ സിംഗിൾ ഫൗണ്ടർ പെർസ്പെക്റ്റീവിലുള്ള ഒരു സൊല്യൂഷൻ പോരാ. അതാണ് സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആവാനുള്ള ഒരു കാരണം. ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റാർട്ടപ്പിൽ എത്രത്തോളം റിസ്ക് എടുക്കാൻ വില്ലിങ് ആണ്? അല്ല, പൈസ ഇടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ റിസ്ക് എടുക്കാൻ വില്ലിങ് ആണെന്നാണ്. ഫുള്ളി അതിൽ പിന്നെ ആ ഫണ്ട് നമുക്ക് തിരിച്ച് കിട്ടൂല എന്നുള്ള മൈൻഡ് സെറ്റാണോ? അല്ലെങ്കിൽ അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചല്ല ആരും. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവെസ്റ്റർ ചെയ്യുന്നത് ഇത് നല്ല റിട്ടേൺ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. ഓക്കെ. അതുപോലെ തന്നെ അത് വിശ്വാസം. നമ്മുടെ അറിവ് എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസം എപ്പോഴും ശരിയായിക്കോണമെന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. മറ്റേത് വിശ്വാസം, ഇത് അറിവ്.